ടാബ് കിട്ടിയ ദിവസമാണ് നാട്ടുമായിട്ട് അവസാനം ടാബ് വന്ന ദിവസം. ഓക്കെ, അപ്പം ഈ ടാബ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയാസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒക്ടോബറിൽ ക്രൈറ്റീരിയാസ് കംപ്ലീറ്റ് ചെയ്ത് അന്ന് മുതൽ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയതാണ് എൻ്റെ ടാബിന് വേണ്ടിയിട്ട്. അങ്ങനെ ടാബ് കിട്ടിയില്ല, ഒരു ടാബാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഭയങ്കര ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യം ഇതാണ്. ഇന്ന് എനിക്ക് ടാബ് കിട്ടി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇന്ന് ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു. ടാബ് കിട്ടി, ടാബ് കിട്ടിയ സന്തോഷം പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഡയറി എഴുതൂലേ, ഡയറി എഴുതുന്നില്ല. അപ്പോ ഡയറി എഴുതുന്നതിന് പകരം ഇന്നത്തെ ദിവസത്തെ ആത്മകഥ പറയാന്ന്, ആത്മകഥ അല്ല ഇന്നത്തെ ദിവസം. അപ്പം രാവിലെ എഴുന്നേൽക്കുന്നു, മേലൊക്കെ കഴുകുന്നു, ഇവിടെ പോകുന്നു, അമ്പലത്തിൽ അമ്പലത്തിലല്ല ജോലിക്ക് പോയിട്ട് അവിടെ എത്തി. അങ്ങനെ പോണ വഴിക്കൊരു കാറ് മറിഞ്ഞെടുക്കണ കണ്ടു. ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പം എല്ലാവരും സേഫ് ആയിട്ട് വണ്ടി ഓടിക്കാൻ നോക്കുക. ഒരുപാട് ആക്സിഡൻസ് ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത്. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോയി, പിന്നെ വേറെ സ്ഥലത്ത് പോയി, പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറേ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ബട്ട് ടാബ് കിട്ടി, അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കാര്യം. പിന്നെന്താ വെച്ചാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നേരം പോലെ വണ്ടി ഓടിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ മൗലാന ഹോസ്പിറ്റലിൽ പോകേണ്ടിയിരുന്നു വേറൊരു ആവശ്യത്തിന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ട് ഞാൻ ചെന്നിട്ടുന്നെ 2 പേരൊറ്റ ആക്സിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ട് വണ്ടി ഓടിക്കുക. അപ്പം 5 മിനിറ്റ് വൈകി നമുക്ക് ഓഫീസിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ എത്താൻ വൈകി കഴിഞ്ഞാലും ചീത്തയേക്കുന്നുള്ളൂ, ജീവൻ പോകില്ലല്ലോ. അപ്പം ഒരു 5 മിനിറ്റ് കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു സ്പീഡിലൊന്നും വണ്ടി ഓടിക്കണ്ട, സേഫായിട്ട് വണ്ടി ഓടിക്കാം. പിന്നെ ചില ആൾക്കാർക്ക് ഒരു ഭാവമുണ്ട്, കുറച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് ബാക്കിയുള്ളവർ വിചാരിക്കുന്നു. ബാക്കിയുള്ളവർ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, ബാക്കിയുള്ളവരെ വിചാരത്തിനെല്ലാം നമ്മൾ ജീവിക്കുന്ന നമ്മൾ സേഫായിട്ട് വണ്ടി ഓടിക്കുക. എൻ്റെ ടാബ് വാതിലടഞ്ഞൊരു ഇപ്പം എനിക്കൊരു ടാബുണ്ട്, എനിക്കൊരു ഫോണുണ്ട്, എനിക്കൊരു ഫോണും കൂടിയുണ്ട്. ആ ഫോണിലപ്പോൾ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. എനിക്ക് 3 സാധനം ഇനിയിപ്പോൾ എൻ്റെ അമ്മ വയ്ക്കണം. അപ്പോൾ ഇതിലേക്കൊക്കെ എൻ്റെ ഇപ്പോൾ റീചാർജും ചെയ്യേണ്ടത്. ഇപ്പം മൊത്തം 3 സിമ്മുണ്ട്, ഇനിയൊരു സിമ്മും കൂടെ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ എത്ര തന്നെയുള്ളൂ. ടാബ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നു.